ക്രിക്കറ്റ് കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. അധ്യാപകനായ പിതാവിന് പക്ഷേ അവന്റെ ആഗ്രഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കളിച്ചെന്ത് നേടാനാണെന്ന് ആ പിതാവ് ചിന്തിച്ചു കാണും. അതേസമയം കുടുംബം കൂടെ ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ സ്വപ്നത്തിലേക്കുള്ള ആദ്യപടിയായ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് അവസരം ലഭിച്ചു. പക്ഷേ അധിക നാൾ അവിടെയും തുടരാനായില്ല. ജീവിതം നിശ്ചലമാകുമെന്ന് തോന്നിയെങ്കിലും തളർന്നില്ല. ഇന്ന് വിശ്വകിരീടം നേടിയ ഇന്ത്യയുടെ ജേഴ്സിയിൽ അയാളുമുണ്ട്. കളത്തിലല്ല, അണിയറയിൽ. ഇന്ത്യയുടെ സ്വന്തം ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് രാഘവേന്ദ്ര, കോഹ്ലിയുടെയും രോഹിത്തിന്റെയും രഘു. ഉത്തര കർണാടകയിലെ കുംദ ജില്ലയിലാണ് രാഘവേന്ദ്രയുടെ ജനനം. ക്രിക്കറ്റിനോടുള്ള രഘുവിന്റെ പ്രണയം സ്കൂൾ ടീച്ചറായ പിതാവിന് തിരിച്ചറിയാനായില്ല. ഹുബ്ലിയിൽ നടന്ന ആഭ്യന്തര ക്രിക്കറ്റ് ട്രയൽസിന് പിതാവിന്റെ അനുമതിയില്ലാതെ പങ്കെടുക്കാൻ അവൻ തീരുമാനിച്ചു. അച്ഛൻ ചില്ലിക്കാശ് തരില്ലെന്നറിഞ്ഞിട്ടും പിന്മാറിയില്ല. കുംദയിൽ നിന്ന് ദിവസവും ഹുബ്ലിയിലേക്ക് തിരികെ എത്തുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് ട്രയൽസിന് ശേഷം സമീപത്തെ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി. ചില ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ അഭയം. മിക്കപ്പോഴും ഭക്ഷണം 2 നേരമാക്കി ചുരുക്കി. ദീർഘനാൾ തെരുവിലെ ജീവിതത്തിന് ശേഷം അയാളുടെ കഠിന പ്രയത്നം ഫലം കണ്ടു. ട്രയൽസിലെ ഒരു മത്സരത്തിൽ 4 വിക്കറ്റ് നേട്ടം സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതോടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ താമസ സൗകര്യവും രഘുവിന് ലഭിച്ചു. ക്രിക്കറ്റിലേക്കുള്ള സ്വപ്നയാത്രയ്ക്ക് തുടക്കം ലഭിച്ചെങ്കിലും അഗ്നിപരീക്ഷകൾ അവിടെയും അവസാനിച്ചിരുന്നില്ല. കർണാടക ടീമിൽ സ്ഥിര സാന്നിധ്യമാകുമെന്ന സൂചന ലഭിച്ച് അല്പനാളുകൾക്ക് ശേഷം കൈക്കേറ്റ പരിക്ക് തിരിച്ചടിയായി. ഇതോടെ കരിയർ അവസാനിച്ചെന്ന് കരുതി. പക്ഷേ അവിടെയും അയാൾ തോറ്റോടിയില്ല. കളിക്കാൻ കഴിയാതെ വന്നതോടെ കർണാടക ടീമിനെ പരിശീലിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു തുടങ്ങി. അപ്രന്റീസായിട്ടായിരുന്നു ജോലി. ശമ്പളമില്ലാതെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പോലും അന്ന് അയാൾ ചിന്തിച്ചിരുന്നില്ല. കളിച്ചു നേടാനായില്ലെങ്കിലും നെറ്റ്സിലെ ത്രോകൾ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടു. ഒടുവിൽ 2008 BCCIയുടെ ക്ഷണമെത്തി. നിലവിൽ ഇന്ത്യയുടെ നെറ്റ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാന്നിധ്യമാണ് രഘു. പരിചിതമല്ലാത്ത പിച്ചുകളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ നേരിടാൻ ബാറ്റർമാരെ സജ്ജരാക്കുകയാണ് അദ്ദേഹത്തിന്റെ ചുമതല. അപ്രതീക്ഷിതമായി കുത്തിത്തിരിയുന്ന സിഗ്ഗുകളെ അൺപ്ലേയബിൾ ഡെലിവറി എന്നാണ് പൊതുവെ വിളിക്കാറ്. പക്ഷേ രഘുവിന്റെ ഡിക്ഷണറിയിൽ അൺപ്ലേയബിൾ ഡെലിവറി എന്നൊന്നില്ല. വിഷമകരമായ സിംഗ് ബോളുകൾ നെറ്റ്സിൽ പുനർസൃഷ്ടിക്കാൻ അവന് സാധിക്കും. നിരന്തരം ഇത്തരം പന്തുകളെ നേരിടാൻ ബാറ്റർക്ക് അവസരം ലഭിച്ചാൽ പിന്നെ അൺപ്ലേയബിൾ എന്നത് മിത്ത് മാത്രമാണ്. ഒരു കാലത്ത് വിദേശ പിച്ചുകളിൽ അമ്പെ പരാജയപ്പെടുന്നത് ഇന്ത്യയുടെ സ്ഥിരം സംഭവമായിരുന്നു. ബ്രെഡ്ലിയും ഗ്ലെൻ മഗ്രാത്തും ഷുഹൈബ് അക്തറുമെല്ലാം ഇന്ത്യൻ ബാറ്റർമാരെ നോക്കുകുത്തികളാക്കിയ കാലം. പക്ഷേ ആ കാലം ഇനി ചരിത്രം മാത്രമാണ്. ഇപ്പോൾ ഫാസ്റ്റ് ബൗളർമാർക്ക് ഇന്ത്യൻ ബാറ്റർമാരെയാണ് പേടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ BCCI പ്രാവർത്തികമാക്കിയ സ്ട്രാറ്റജിക്കൽ പരിശീലന മുറകളാണ് ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ. മാനേജ്മെന്റിന് മാത്രം ക്രെഡിറ്റ് കൊടുക്കാവുന്ന മാറ്റമല്ലിത്. രവിശാസ്ത്രിക്കും രാഹുൽ ദ്രാവിഡിനും നിർണായക റോളുണ്ട്. നെറ്റ്സിലേക്ക് എത്തുമ്പോൾ രഘുവിന്റെ കരങ്ങൾക്കും നാം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇതാ അൺസങ് ഹീറോ.